أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ പുണ്യദിനങ്ങളിലാണ് നാം ഉള്ളത്. തിരുനബിയോടുള്ള സ്നേഹം മനസ്സിൽ അലതല്ലുന്ന സ്നേഹപ്രകടനത്തിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നബിയോരുടെ ദഅവത്ത്, വിശുദ്ധ ഇസ്ലാമിൻ്റെ തിരുജീവിതത്തിൻ്റെ മഹത്തായ സുന്നത്തുകളുടെ ദഅവത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. അത് നാം വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മദീനത്തുൻ നൂറിൻ്റെ വിദ്യാർത്ഥികൾ ഒഴിവ് കിട്ടുന്ന മുറയ്ക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് സ്ഥാപനങ്ങളിലുള്ളപ്പോൾ അതിൻ്റെ പരിസരത്തെ ആളുകളിലും എല്ലാം ഒരു വാക്കുകൊണ്ട്, ഓരോ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മഹബ്ബത്ത് റസൂൽ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അൻത മഅ മൻ അഹ്ബബ്ത്, സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശ്യമെങ്കിൽ അതിൻ്റെ താക്കോൽ ആദ്യമായി ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി തുറക്കുന്ന മുത്തുനബിയെ സ്നേഹിക്കുക. എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശഫാഅത്ത്. സ്വലാത്തു ചൊല്ലൽ സ്നേഹത്തിൻ്റെ വലിയ ഒരു അടയാളമാണ്. അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, സുന്നത്തുകൾ ഹയാത്താക്കുക, പുതിയ സുന്നത്തുകളെ ജീവിപ്പിക്കുക, ജീവിതത്തെ കൂടുതൽ അടുപ്പിക്കുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാറ്റിനേക്കാളും അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ, എൻ്റെ ശരീരം ഒഴികെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ യാ ഉമർ, സ്നേഹം പൂർത്തിയായിട്ടില്ല. ശരി, എൻ്റെ ശരീരത്തെക്കാളും അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അൽ ആന യാ ഉമർ, ഇപ്പോൾ ശരിയായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. തിരുനബിയെ സ്നേഹിക്കുക, സ്നേഹം മനസ്സിലുണ്ടാവുക, നാവിൽ വിരിയുക, പ്രവർത്തനങ്ങളിൽ അത് ജ്വലിച്ചു നിൽക്കുക. നബിതങ്ങളെ ചേർത്തുകൊണ്ട് എന്തു ചെയ്താലും അത് വിജയിക്കും. സ്വലാത്തില്ലാതെ നിസ്കാരമില്ല, സ്വലാത്തില്ലാതെ ഖുതുബയില്ല, സ്വലാത്തില്ലാതെ ഒന്നും ഇല്ല. എല്ലാറ്റിൻ്റെയും കൂടെ സ്വലാത്തുണ്ടാകും. സ്വല്ലി അലൻ നബി എന്ന് മിസ്രികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും കൂടെ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അഥവാ ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളെ ഏതെങ്കിലും ഒരാശയത്തിൽ സംശയമുണ്ടായിക്കൂടാ. അതിനെ സംശയിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്ത് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം തെറ്റായ ചിന്താഗതികൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന് പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കണം. അതിന് മറുപടി പറയാനും അതിനെതിരായി ഉള്ള ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാനും എല്ലാം പ്രവർത്തിക്കുന്നത് മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. നുസ്റത്തുൻ നബിയ്യ്, നസ്റ നബിയ്യൽ മില്ലത്തി സംഹാഇ എന്ന് ബദരീങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അവർക്കുള്ള മഹത്വം അതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നാം നാസുറുസുന്ന, തിരുനബിയുടെ സുന്നികൾ ആകേണ്ടത്, ആ സുന്നത്തിൻ്റെ പ്രചാരകരും പ്രതിരോധം ചെയ്യുന്നവരും ആകേണ്ടത് എങ്ങനെയാണ്? അതിനെതിരെ വരുന്ന ആശയങ്ങളുണ്ട്. നബിതങ്ങളെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി, നബിതങ്ങളെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി, അവിടുത്തെ കുടുംബജീവിതത്തെപ്പറ്റി, അവിടുത്തെ സാമ്പത്തിക ഇടപാടുകളെപ്പറ്റി, അവിടുത്തെ സാമൂഹ്യ ദർശനങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അത് ശാസ്ത്രീയമല്ല, കാലഘട്ടത്തിന് യോജിച്ചതല്ല, അത് ഈ നൂറ്റാണ്ടിലേക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വരും. എല്ലാ നൂറ്റാണ്ടിലേക്കും പറ്റിയതാണ്. അതുകൊണ്ടാണല്ലോ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ ദീനനെ ആളുകൾ സ്നേഹിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത്. അങ്ങനെ ലോകത്തത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം ലക്ഷ്യമല്ല. രാഷ്ട്രഭരണങ്ങൾ ഉണ്ടാകാം, ഉള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം, ഉള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലായിടത്തും ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല.
5 നേരം നിസ്കരിക്കണം, റമദാനിൽ നോമ്പനുഷ്ഠിക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജിന് പോകണം. ജീവിതത്തിൽ എപ്പോഴും നല്ല ജീവിതം, പുഞ്ചിരിക്കണം, മുസാഫഹത്ത് ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, അവശരെ സഹായിക്കണം, കൈപിടിച്ച് കൊണ്ടുപോകണം, കണ്ണു കാണാത്തവരെ കൈപിടിക്കണം, വിശക്കുന്നവർക്ക് അന്നം കൊടുക്കണം, നഗ്നർക്ക് വസ്ത്രം കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം. ഇതെല്ലാം ആ തിരുസുന്നത്തിൻ്റെ ഭാഗം തന്നെയാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ് എന്നാണല്ലോ. അപ്പോൾ സുന്നത്തിനെ ഹയാത്താക്കുക, തിരുവചനങ്ങൾ പഠിക്കുക, പറയുക, കേൾക്കുക, എഴുതുക, അച്ചടിക്കുക, വിതരണം ചെയ്യുക, ഇതെല്ലാം അതിൽപ്പെടും. ഹദീസ് മനഃപ്പാഠമാക്കുക. 40 ഹദീസ് മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വർഷം 40 കഴിയാത്തവർക്ക് 10 അല്ലെങ്കിൽ 5 ഒരു പുതിയ ഹദീസെങ്കിലും സനദ് സഹിതം ഏതു കിതാബിൽ എന്നുകൂടെ പഠിച്ച് ഹദീസ് പഠിക്കുന്നത് തിരുസുന്നത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. തമിഴ്നാട്ടിലെ അതിരി പട്ടണത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ ബുഖാരി ഷരീഫ് എല്ലാ ദിവസവും കുറച്ചോതും. വാപ്പയും മക്കളും ഇരുന്ന് വറക്കത്തിന് വേണ്ടിയാണ്. ഒരു ഹദീസെങ്കിലും ഓതാത്ത ഒരു ദിവസവും ഉണ്ടാകരുത് എന്നത് അവരുടെ ഒരു തീരുമാനമാണ്. ഖുർആൻ പാരായണം എന്തായാലും നടക്കും. അപ്പോൾ ഖുർആൻ പാരായണത്തിനു പുറമെയാണ് ഹദീസ് പാഠങ്ങൾ നടക്കുന്നത്. പിന്നെ നമ്മുടെ അയൽവാസികളായ ആളുകൾ, മറ്റു മതക്കാരായ ആളുകൾ, അവർക്കൊക്കെ തിരുനബിയുടെ സന്ദേശം എങ്ങനെയാണ് കൊടുക്കുക? നബിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷം അവർക്ക് എത്തിച്ചു കൊടുക്കുക, ഗിഫ്റ്റുകൾ കൊടുക്കുക. അതിലൂടെ നബിയെക്കുറിച്ച് അവർ കേൾക്കുന്നു, അറിയാൻ അവർ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവരും നബിയെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്നേഹിക്കുന്നു. നബിതങ്ങളെ സ്നേഹിച്ച് യതീമുകളെ സ്നേഹിക്കുക, അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക, സ്വഹാബത്തിനെ സ്നേഹിക്കുക, നബിതങ്ങളെ സ്നേഹിച്ചിട്ടുള്ള സർവ്വതിനെയും സ്നേഹിക്കുക. സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന ഷിയ വിശ്വാസം, പ്രമുഖ സ്വഹാബികളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ആ വിശ്വാസം, ഏതെങ്കിലും ഒരു സ്വഹാബിയെ മോശമായി ചിത്രീകരിക്കുന്ന വിശ്വാസം, അത് ഇസ്ലാമിൽ അനുവദനീയമല്ല. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ദീനിൻ്റെ വക്താക്കളാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രവണതകൾ കടന്നു വരുമ്പോൾ സ്വഹാബത്തിനെ ഉയർത്തിപ്പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒരു പുതിയ പുസ്തകം വായിക്കുക, ഒരു പുതിയ കിതാബ് പാരായണം ചെയ്യുക, ഒരു കിതാബ് ആർക്കെങ്കിലും ഈ സമയത്ത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അറിവ് കൊണ്ട് മഹബത്തിനെ പ്രചരിപ്പിക്കാം. മാതാപിതാക്കളോടുള്ള സ്നേഹം, ഗുരുനാഥന്മാരോടുള്ള സ്നേഹം, ബഹുമാനം, അയൽവാസികളോടുള്ള സ്നേഹം, ഇതെല്ലാം ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ മാപ്പ് തരട്ടെ, ശിഫ തരട്ടെ, ആഫിയത്ത് തരട്ടെ. മദീനത്തുൻ നൂറിനെ സഹായിക്കുന്ന ആളുകൾ, അത് നബിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആ സഹായിക്കുന്നവർക്കെല്ലാം വേണ്ടി നാം ദുആ ചെയ്യണം. അത് നബിയോരോടുള്ള മഹബത്തിൻ്റെ ഭാഗം തന്നെയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസല്ലം. അൽഹംദുലില്ലാഹ്.